ഹലോ നമസ്കാരം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് കുറച്ചധികം ഉത്തരവാദിത്തമുള്ള പിള്ളേർ, അതോടൊപ്പം തന്നെ തീരെ ഉത്തരവാദിത്തമില്ലാത്ത കുറച്ചധികം പിള്ളേരെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ പൂവൻകുട്ടനും അതോടൊപ്പം തന്നെ മറ്റു പെടകളുടെയും വിശേഷമാണ്. പൂവൻകുട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ കാർണവർ, ഇപ്പം നിലവിൽ ജീവനുള്ളതിലെ ഏറ്റവും മുതിർന്ന കാർണവരും അതോടൊപ്പം തന്നെ അവൻ്റെ കൂടെയുള്ള അന്തർജനങ്ങളും. ഈ അന്തർജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവൻ്റെ അതേ ജനറേഷനിലുള്ള അന്തർജനങ്ങളും ഉണ്ട്, അടുത്ത ജനറേഷനിലെ അന്തർജനങ്ങളും ഉണ്ട്, അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂന്നാം തലമുറയിലെ അന്തർജനങ്ങൾ ഇവനോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എത്ര കെയർഫുള്ളായിട്ടാണ് അവൻ മറ്റുള്ള പെടകളുടെ സേഫ്റ്റി ചെക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അതായത് പെടകൾ അവിടെ നിന്ന് വളരെയധികം തിരക്കിൽ മാന്തി പറിച്ച് കൊത്തിപ്പറിച്ച് തിന്നാനുള്ള ശ്രമത്തിലും അവൻ കണ്ണുപോലും വെട്ടാതെ എല്ലാ സ്ഥലത്തും നോക്കി നിൽക്കുകയാണ്. എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ, പട്ടിയോ കീരിയോ പൂച്ചയോ അങ്ങനെ എന്തെങ്കിലും ഡേഞ്ചർ വന്നിട്ട് അവനും അവൻ്റെ പെടകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ശ്രദ്ധയിലിരിക്കുന്ന ധൈര്യത്തിൽ മാത്രമാണ് ഈ പെടകൾ ഇങ്ങനെ കൊത്തിപ്പറിച്ച് തിന്നുന്നത്. ഇവനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഈ പെടകളെല്ലാവരും അലർട്ടാവുകയും അവരിവിടുന്ന് പാഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ചധികം ബാക്കിലോട്ട് നിന്നിട്ട് കുറച്ച് സൂം ചെയ്തെടുക്കാൻ നോക്കുന്നത്. ഇവർക്ക് നമ്മളെ അറിയാമെങ്കിലും അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരത് ശല്യമായി കണ്ടുകൊണ്ട് ഓടിക്കളയും. അങ്ങനെ എന്തായാലും ഈ പൂവൻ്റെ കാര്യം പറയുന്നതും പെടയുടെ കാര്യം പറയുമ്പോഴും നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തു പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു രീതിയാണ്. അതായത് എപ്പോഴും പൂവൻ അല്ലെങ്കിൽ പുരുഷൻ സപ്ലൈ ചെയ്യാനും അതോടൊപ്പം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അവൻ്റെ ഉത്തരവാദിത്യം. അത് കിട്ടാത്തത്രയും കാലം അവൻ്റെ അടുത്തേക്ക് പെടകളാണെങ്കിലും അന്തർജനങ്ങളാണെങ്കിലും ഉണ്ടാവത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇടയ്ക്ക് നമ്മുടെ ഈ പൂവൻകുട്ടന് ഒരു ഇഞ്ചുറി വന്നിട്ട് ഇവൻ കിടപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിതനായപ്പോൾ ഈ അന്തർജനങ്ങൾ തന്നെയാണ് എല്ലാവരും കൂടെ രണ്ടാമത്തെ കാരണവരുടെ പുറകെ പോയത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആരോഗ്യത്തിനും ഇവരുടെ നിലനിൽപ്പിനും ഒരു പൂവൻ്റെ സംരക്ഷണം വേണം. കാര്യം എന്ന് പറയുന്നത് മുട്ടയിടാൻ വേണ്ടി ഇത്രയും പണിയെടുക്കുകയും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയും ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡേഞ്ചറിനെ നോക്കി വീക്ഷിച്ച് വാർണിംഗ് തരാൻ ഒരാൾ വേണം. അതോടൊപ്പം തന്നെ പുതിയ തലമുറ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും നല്ല ആരോഗ്യമുള്ള കഴിവുള്ള പൂവന്മാരെ മാത്രമേ പെടകൾ സെലക്ട് ചെയ്യാറുള്ളൂ. അത് ഈ നമ്മൾ നാച്ചുറലി ബ്രീഡ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൂവന്മാരെ പറ്റി പറയുമ്പോഴാണ് നമ്മുടെ പുതിയ ജനറേഷനിലെ പൂവന്മാരെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇവർക്ക് ഇതുവരെ ഇണകളൊന്നും പ്രോപ്പറായിട്ട് ആയിട്ടില്ല, എന്നാൽ ഇവർ വളർന്നു വരുന്നതേ ഉള്ളൂ. ഇവർ ഏകദേശം കൂവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവരൊരു കൂക്കൽ മത്സരം കാണാം. ഒരു സൈഡിൽ നിന്ന് ഒരാൾ കൂവുമ്പോൾ മറു സൈഡിൽ നിന്ന് ആൾ കൂവും. കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൂവാനുള്ള ആരോഗ്യവും ഭംഗിയും എല്ലാം ആർക്കാണുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മഞ്ഞ ഷൂ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള പൂവൻകുട്ടനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇവനെന്ന് പറയുന്നത് നമ്മുടെ നെക്കിൻ്റെ അതോടൊപ്പം തന്നെ ക്രോയിലറിൻ്റെയും കൂടെ ഒരു ക്രോസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കോഴിയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കാലിൻ്റെ നിറവും കാലിൻ്റെ നീളവും ക്രോയിലറിൻ്റെ പോലെ, അതോടൊപ്പം തന്നെ ഓഫ് കോഴ്സ് ശരീരഭാഗങ്ങളൊക്കെ നെക്കിനെയും പോലെയാണ്. അപ്പോൾ ഇവനെ നമ്മൾ അടച്ചിട്ട് നല്ല രീതിക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ നല്ല തൂക്കത്തിലേക്ക് വരും എന്നുള്ള കാര്യം 100% ഷുവറാണ്. പക്ഷേ നമുക്ക് വേണ്ടുന്നത് ഇവനെ പോലെയുള്ള കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ ഇവൻ്റെ ആരോഗ്യമാണ് ഇമ്പോർട്ടൻ്റ്. അവൻ ഫ്രീ ആയിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് എല്ലാ മുട്ടകളും വെക്കുന്നത്. മുട്ടകൾ വിൽക്കാതെ എല്ലാ മുട്ടകളും ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഓർഗാനിക്കായിട്ട് ഇറച്ചിയും മുട്ടയും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കൂടുതൽ കോഴി കുഞ്ഞുങ്ങളെയാണ് വേണ്ടുന്നത്. അത് നമ്മുടെ സുഹൃത്തുക്കളിലൂടെ എത്തിച്ച് അവർക്ക് വളർത്താനാണെങ്കിലും അല്ല നമുക്ക് തന്നെ വളർത്താനാണെങ്കിലും കൂടുതൽ കുഞ്ഞുങ്ങളെയാണ് വേണ്ടുന്നത്. അപ്പം നമ്മുടെ ഫാമിലെ നല്ല ഡിസിപ്ലിനുള്ള നമ്മുടെ ബ്ലാക്ക് ബേർഡ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മര്യാദയുള്ള കുഞ്ഞുങ്ങളാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഇറക്കി വിട്ടിട്ട് നേരെ തിരിച്ച് വിളിക്കുമ്പോഴേ അവർക്ക് അതിൻ്റേതായ ബുദ്ധിയും വിവരം ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ കാണുന്ന ആളാണ് നമ്മുടെ രണ്ടാമത് സ്ഥാനക്കയറ്റത്തിലേക്ക് വന്ന കാരണവർ. ഇപ്പോൾ അതേ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ എന്തായാലും നമ്മുടെ ബ്ലാക്ക് ബേർഡ്സിനെ തിരിച്ച് കൂട്ടിലേക്ക് കയറ്റാൻ നേരത്തെ ഇവർക്ക് എത്രത്തോളം ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. തീറ്റ എടുത്തുകൊണ്ട് വരുമ്പോഴേ ഇവർ കറക്റ്റായിട്ട് വന്ന് കൂട്ടിൽ കയറും. അതോടൊപ്പം തന്നെ രാത്രിയായാലും മറ്റുള്ള ശല്യങ്ങളൊന്നും ഇല്ലാതെ ഇവർ കൂട്ടിൽ വന്ന് കയറി. ഈ കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ വലിയ ബുദ്ധിയൊന്നും ഇല്ലാതെ അവർ കൂട് മാറി കയറുന്നത്. പക്ഷേ ബാക്കി എല്ലാവരും അത്യാവശ്യം ഓക്കെയാണ്. നമ്മൾ കറക്റ്റ് തീറ്റ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിൽ കയറുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് താരതമ്യേന കൂടുതൽ ആരോഗ്യ പ്രതിരോധ ശേഷി ഉള്ളതുമാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു, എത്ര രൂപയ്ക്കാണ് മേടിച്ചത്, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും കരിങ്കോഴിയാണെന്നുള്ള വിശ്വാസത്തിലാണ് വാങ്ങിച്ചുള്ളത്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇതുവരെ ഉറപ്പ് വന്നിട്ടില്ല. ചില സുഹൃത്തുക്കൾ പറയുന്നു കരിങ്കോഴിയാണെന്നും, ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട് കരിങ്കോഴി അല്ല എന്നും. നമുക്ക് എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ റിസർച്ചിലൂടെ തന്നെ മനസ്സിലാക്കണമെന്നുണ്ട്. എന്തായാലും ഇത് പൂർണ്ണമായിട്ടും കരിങ്കോഴിയാണെന്നുള്ള കാര്യം ഞാനും വിശ്വസിക്കുന്നില്ല. നമുക്ക് എന്തായാലും കണ്ടും കേട്ടും ചെയ്തും പഠിക്കാം.
അതോടൊപ്പം തന്നെ നമ്മളൊരു കോഴിയുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലിപ്പ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഇതിൻ്റെ കണ്ണ് പ്രോപ്പറല്ല, അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ടുള്ള കരിങ്കോഴിയല്ല എന്ന്. അതെന്താണെന്ന് വ്യക്തമാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ നമുക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്കും കരിങ്കോഴികളെ തേടി നടക്കുമ്പോൾ അതൊരു വലിയ ഉപകാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. എന്തായാലും ആ വീഡിയോ കൂടെ ഉൾക്കൊള്ളിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെ കണ്ടിട്ട് എനിക്ക് നല്ല അത്യാവശ്യം ചുണ്ടാണെങ്കിലും അകത്താണെങ്കിലും കരിങ്കോഴികൾക്ക് പറയുന്നതായിട്ടുള്ള സംഗതികളെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളിവിടെ കണ്ടിട്ട് തീരുമാനിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാമിൽ തൊട്ടടുത്ത ദിവസം വന്ന ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്ന് പറയുന്നത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഫാമിൽ പണിമുടക്കി പ്രഖ്യാപിക്കേണ്ടി വന്നു. അതായത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു അറ്റൻഡൻസ് പറയാതെ കറങ്ങി നടന്ന ഏതോ ഒരാളെ പട്ടി പിടിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ കേട്ടത്. അങ്ങനെ നമ്മളെല്ലാവരും പേടിച്ച് കൂട്ടി തന്നെ ഇട്ട് ലോക്ക് ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സാകെ വിഷമിച്ച് പോയി. കാര്യമെന്ന് പറയുന്നത് അത് നമ്മുടെ മഞ്ഞ ഷൂ ആണോന്നും. നമുക്ക് മഞ്ഞ ഷൂവിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രീഡായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവനെ നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു ആശ്വാസം കിട്ടിയെന്ന് പറയുമ്പോൾ അവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. അതോടൊപ്പം തന്നെ ഫ്രഷായിട്ട് മുട്ടയിട്ട കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കറമ്പി പെണ്ണ് മറ്റൊരു ദിവസത്തെ വിശേഷമാണ് കേട്ടോ. ഫ്രഷായിട്ട് മുട്ടയിട്ടിട്ട് പോയത്. അപ്പോൾ എവിടെ നിന്നാണ് മുട്ടയിടാൻ ഇവിടെ കയറി വന്നതെന്ന് ചോദിച്ചാൽ നേരെ താഴത്തെ കൂട്ടിൽ നിന്ന് തന്നെയാണ് വന്നത്. പക്ഷേ ആദ്യം ആൾ വന്നത് സോഫയിൽ മുട്ടയിടാനാണ്. അവിടെ നിന്ന് ഇറക്കി ഓടിച്ചപ്പോഴാണ് നേരെ പോയി അവിടെ മുട്ടയിട്ടത്. അപ്പോൾ ഇതുവരെ